ഓക്കെ. അപ്പോൾ വെൻഡൂറി മീറ്ററിന്റെ ഡെറിവേഷൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷനിൽ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വെൻഡൂറി മീറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓറിഫൈസ് മീറ്റർ ആൻഡ് പിറ്റോ ട്യൂബ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വെൻഡൂറി മീറ്റർ എന്ന് പറഞ്ഞാൽ വെൻഡൂറി മീറ്റർ ആൻഡ് ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് മെഷറിംഗ് ഡിവൈസസ് ആണ്. ഓക്കെ. ഡിസ്ചാർജ് മെഷറിംഗ് ഡിവൈസ് അല്ലേ? ഓക്കെ, ഡിസ്ചാർജ് മെഷറിംഗ് ഡിവൈസസ് ആണ്. ഓക്കെ. അപ്പം ഇതിൽ ഇതായിരിക്കും വെൻഡൂറി മീറ്റർ, ഓറിഫൈസ് മീറ്റർ ആൻഡ് പിറ്റോ ട്യൂബ്. അപ്പോൾ ഈ വെൻഡൂറി മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് ക്യൂ സികൾ എന്താണ് ഫോർമുല? V1 equal to ക്യൂ സികൾ A1. ഡിസ്ചാർജ് V1 A1. ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? എ ഇൻറ്റു വി. എ വി ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയറും ഇത് മീറ്റർ പെർ സെക്കൻഡ്, അതാണ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ. അതായത് നമ്മളിപ്പോൾ ഒരു 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 വാട്ടർ കളക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ബക്കറ്റിൽ വാട്ടർ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ക്യൂബ്, എത്ര വോളിയം ഓഫ് വാട്ടർ നമുക്ക് കിട്ടും, ഓർ എനി ലിക്വിഡ് കളക്റ്റഡ് ഫ്രോം എനി ലിക്വിഡ് വിത്തിൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ എത്ര കിട്ടും, അതിനാണ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ചാർജിൽ നമുക്ക് വെൻഡൂറിമീറ്റർ ഉണ്ട്. സോ വെൻഡൂറിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ട്? ഇതിൻ്റെ തോട്ടുണ്ട്. മൂന്ന് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്തൊക്കെയുണ്ട് ഇതിൽ? ഇത് ഇൻലെറ്റ്. ഓക്കെ, ഇൻലെറ്റ് ആണ് ഇതാ ഇവിടെ കാണിക്കുന്നത് 1. ഇത് ത്രോട്ട്. ഓക്കെ. അപ്പം ഇതിൽ ഇൻലെറ്റ് സെക്ഷനുണ്ട്, ത്രോട്ട് സെക്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏരിയയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. ഓക്കെ. ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഫോർമുല? P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ. ഇത് ബെർണോളിസ് ഇക്വേഷൻ ആണല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ Z1 ഇത് ബെർണോളിസ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ Z1ഉം Z2ഉം ക്യാൻസൽ ആവും. ബിക്കോസ് എന്താ, ഇത് ഒരു സെയിം ലെവലിലുള്ള ഗ്രൗണ്ട് ലെവലിൽ നിന്ന് സെയിം ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് Z1 Z2 ക്യാൻസൽ ആവും. അതായത് ഇത് ഹൊറിസോണ്ടൽ ടൈപ്പ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ P1 മൈനസ് P2 ബൈ റോ ജി, അത് ഒരു സൈഡിൽ കൊണ്ടുവരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g മൈനസ് V1 സ്ക്വയർ ബൈ 2g. ഇങ്ങനെ കിട്ടും. ശരിയല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ ഇതാ ഇവിടെ ബൈ റോ ജിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? H എന്ന് കൊടുക്കുന്നു. HEC എന്താണ്? V2 സ്ക്വയർ ബൈ 2g മൈനസ് V1 സ്ക്വയർ ബൈ 2g. ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇനി ഓക്കെ അല്ലേ ഇത്? അതായത് നമ്മൾ ആദ്യം ചെയ്തത് P1 മൈനസ് P2, ഇത് ഒരു സൈഡ് കൊണ്ടുവന്നു. P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ബൈ 2g പ്ലസ് Z1 P2 ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ബൈ 2g പ്ലസ് Z2. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. എല്ലാറ്റിലും ത്രോട്ടിലും അപ്ലൈ ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യുന്നു? Z1 Z2 ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള എന്താണ്? P1 ഒരു സൈഡ് കൊണ്ടുവന്നു, V2നെ അപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ P1 മൈനസ് P2 ബൈ റോ ജി ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g മൈനസ് V1 സ്ക്വയർ ബൈ 2g. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? H എന്ന് കൊടുത്തു. H എന്ന് കൊടുത്ത ശേഷം എന്ത് ചെയ്യുന്നു? A1 V1 ഈസ് ഈക്വൽ എന്താണ്? A2 V2 അല്ലേ? അപ്പോൾ ഈ V2 ഈസ് ഈക്വൽ എന്താണ് ഫോർമുല? V2 ഇവിടെ നിന്ന് എടുക്കുമ്പോൾ A1 ഡിവൈഡഡ് ബൈ A2 ഇൻറ്റു V1 എന്നുള്ള ഫോർമുല വരും. അപ്പോൾ ഈ V2ന്റെ വാല്യൂ, ഈ വാല്യൂ എടുത്ത് നമ്മൾ എന്താ ഇവിടെ കൊണ്ടു കൊടുക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് വഴി പറഞ്ഞുതരാം. അപ്പോൾ ഇതിലിതാ കിടക്കുന്നത് A1 V1 A2 V2. ഇത് V1 കിട്ടി അല്ലേ? ഈ V1 എടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമ്മൾ എന്താവും? H ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ മൈനസ് A2. ഈ ഇക്വേഷൻ V1ന്റെ വാല്യൂ എന്താണ്? A2 ബൈ A1 ഇൻറ്റു V1 സ്ക്വയർ ഇൻറ്റു 2g എന്ന് കിട്ടും. അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് നമുക്ക് എന്താണ്? V2 സ്ക്വയർ ബൈ 2g വെളിയെ എടുക്കുമ്പോൾ എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പിൽ 1 മൈനസ് A2 ബൈ A1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? അതായത് നമുക്കിത് എങ്ങനെ കിട്ടും? Hന്റെ വാല്യൂ H LCM എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് V2 വാല്യൂ എത്ര കിട്ടും? റൂട്ട് ഓഫ് 2g ഇൻറ്റു A1 മൈനസ് A2 സ്ക്വയർ ബൈ A1 മൈനസ് A2